പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് സമ്മേളനം. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 അവസാനിക്കും. മാർച്ച് 9 മുതലാണ് രണ്ടാം ഘട്ട സമ്മേളനം തുടങ്ങുക. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിലുറപ്പ് ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ സഭയിലേക്ക് ഏതൊക്കെ വിഷയങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. ഇപ്പോഴത്തെ ബജറ്റ് എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു ബജറ്റാണ്. BJP സംബന്ധിച്ചും മറ്റ് പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു ബജറ്റാണ് ഈ ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന് ഇന്ന് ബജറ്റ് സെഷന് ഇന്ന് തുടക്കമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് നാളെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കും, ധനമന്ത്രിക്ക് സമർപ്പിക്കും. അതിനുശേഷം ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വരുന്ന മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJP വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്, പ്രത്യേകിച്ച് കേരളം. ഇപ്പോൾ കേരളത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് എയിംസ് എന്ന് പറയുന്നത്. അത് ഇത്തവണ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. നികുതി ഇളവ്, അതുപോലെ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതത്തെക്കുറിച്ച്, അത്തരം കാര്യങ്ങളിലെല്ലാം കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബജറ്റ് കൂടിയാണ് ഇത്തവണ. കാരണം കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിലൊരു എയിംസ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വളരെ ഒരു തിരിച്ചടിയായ ഒരു കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിനൊരു എയിംസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വളരെ പ്രതീക്ഷയോടെ കേരളവും അതുപോലെ തന്നെ BJPയും നോക്കിക്കാണുന്നത്. എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ BJPക്ക് അതൊരു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചാരണ ആയുധമാക്കാൻ കൂടിയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുപോലെ ജനപ്രിയമായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യത്തിലും ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കഴിഞ്ഞ ബജറ്റിലാണ് 12 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ട എന്നുള്ള ഒരു നിർണായകമായ അതിപ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ ഇടത്തരക്കാരുടെ പ്രീതി നേടിയ ഒരു ബജറ്റായി അത് മാറിയിരുന്നു. ഒരുപാട് പേർക്ക് നികുതി ഇളവ് കിട്ടിയ ഒരു ബജറ്റായിരുന്നു. അതിന് പിന്നാലെ തന്നെ വാഹന നികുതി വെട്ടിക്കുറയ്ക്കുന്ന ഒരു നടപടി കൂടി പിന്നീട് കഴിഞ്ഞ വർഷം രാജ്യം കണ്ടു. അങ്ങനെ കാറുകൾക്കടക്കം, ഇടത്തരം കാറുകൾക്കടക്കം വില കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മാത്രമല്ല ബീഡിക്ക് വില കുറച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് വലിയ വിവാദമായി നമ്മൾ കണ്ടു. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഇത്തവണത്തെ ബജറ്റിൽ ഏതൊക്കെ തരത്തിലാണ് ജനങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആളുകൾ കാത്തിരിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിനെ സംബന്ധിച്ച് വെസ്റ്റ് ബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഉപകാരം വരുന്ന കാര്യങ്ങളായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ഇത്തവണ ഇനിയിപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടൽ നടത്താൻ കഴിയും, കേന്ദ്ര സർക്കാർ എവിടെയൊക്കെയാണ് ഇപ്പോൾ AI, അതുപോലെ ഹെൽത്ത്, ആരോഗ്യം, വാഹനം, അവശ്യ സാധനങ്ങൾ, അവശ്യ വസ്തുക്കൾ, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇവർ കണ്ടുവച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടെ നമ്മൾ ഫെബ്രുവരി 1 ബജറ്റ് സമ്മേളനം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 1 ജനുവരി 28, അതായത് ഇന്ന് ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 അവസാനിക്കും. അതിനുശേഷം മാർച്ച് 9 രണ്ടാം ഘട്ടം ആരംഭിച്ച് മാർച്ച് 9 ആരംഭിച്ച് ഏപ്രിൽ 2 തീയതിയാണ് ഈ വർഷത്തെ ബജറ്റ് സമ്മേളനം അവസാനിക്കുക. 1999 ആദ്യമായി ഒരു സമ്മേളനം, ബജറ്റ് പ്രഖ്യാപനം രാവിലെ നടക്കുന്നത്. അതിനു മുമ്പ് വരെ വൈകുന്നേരം 5 മണിക്കായിരുന്നു രാജ്യത്ത് ബജറ്റ് പ്രഖ്യാപനം നടത്തിയിരുന്നത്. പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് യശ്വന്ത് സിൻഹയാണ് അത് രാവിലേക്ക് മാറ്റുന്നത്. പിന്നീട് 2017 വരെ ഫെബ്രുവരി അവസാന വർക്കിംഗ് ഡേയിലാണ് ബജറ്റ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ 2017 മുതൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ് അത് ഫെബ്രുവരി ആദ്യ ദിവസത്തിലേക്ക്, ഫെബ്രുവരി 1 മാറ്റിയത്. ഇത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഒരു ഞായറാഴ്ച ബജറ്റ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ബജറ്റിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങളുടെ ജനപ്രീതി ഏതൊക്കെ തരത്തിൽ നേടിയെടുക്കാമെന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായി തയ്യാറാക്കിയ ഒരു ബജറ്റായിരിക്കും ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയതിൽ, മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയതിലടക്കം വലിയ പ്രതിഷേധം നടത്താനുള്ള ഒരു നീക്കത്തിലാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. ജനങ്ങളുമായി ചേർന്ന് നിൽക്കാത്തൊരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാവുക. എല്ലാ തവണയും BJP അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്തതാണ്, വെറും വാഗ്ദാനങ്ങൾ മാത്രമായി
വിജയകരമായി പോകുന്ന ബജറ്റുകളാണ് എല്ലാ തവണയും BJP പ്രഖ്യാപിക്കുന്നത്. അതുപോലുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു വിമർശനമായി വരുന്നത്. ക്ഷേമമില്ല, അതുപോലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും അടുക്കാനോ ഇടത്തരക്കാർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ബജറ്റും പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല രാജ്യത്തെ ജനങ്ങളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം, ഒരു എലൈറ്റ് ക്ലാസ്സിന് മാത്രം ഉപകാരപ്പെടുന്ന രീതിയിൽ മാത്രമേ ഇപ്പോഴും രാജ്യത്തെ ഭരണം പോകുന്നുള്ളൂ. അനുസൃതമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും ജനങ്ങൾ കാത്തിരിക്കേണ്ടത്. അതിനപ്പുറം വേറെ ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളും ജനങ്ങൾ കാത്തിരിക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന അങ്ങോട്ടുള്ള ദിവസങ്ങൾ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ നയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വരും വർഷങ്ങളിൽ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതും കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള, ഇനിയിപ്പോൾ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ കോച്ചുകൾ വരുന്നുണ്ട്, റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അങ്ങനെ പ്രധാനമായും ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ഇടപെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിർണായകമായ പ്രഖ്യാപനങ്ങൾ രാജ്യം കാത്തിരിക്കുന്നു. ഫെബ്രുവരി 1-നാണ് ബജറ്റ് പ്രഖ്യാപനം ആരംഭിക്കുന്നത്. ഇന്ന് അതിന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് സെഷൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ശശി തരൂർ MP-യിലേക്കാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ശശി തരൂർ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ. ഇന്നലെ KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തില്ല. അവഗണനയിൽ കടുത്ത അതൃപ്തിയിലുള്ള ശശി തരൂർ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. CPM-ഉമായുള്ള ചർച്ച സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്ന് ഇന്നലെ ശശി തരൂർ പ്രതികരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.